السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹൃദയം ഇസ്ലാമിക ചരിത്രത്തിൽ ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവർ ഏറെയാണ്. പ്രവാചക കൽപ്പനകളെ ശിരസ വഹിച്ച് ഇസ്ലാമിക ശത്രുവായ ഒരു ഭരണാധികാരിയുടെ ജീവൻ എടുത്ത് സ്വന്തം ജീവൻ ദീനിനു വേണ്ടി മാറ്റിവെച്ച ഒരു മഹാനുഭാവന്റെ കഥയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചെങ്കൽക്കോട്ടക്ക് മുകളിലെ സിംഹഗർജനം. അതെ, ചെങ്കൽക്കോട്ടക്ക് മുകളിലെ സിംഹഗർജനം. ബിസ്മിൽ തുടങ്ങിയിടും അബ്ദുൽ തുടങ്ങിയിടും തുടങ്ങിയിടും ഞങ്ങൾ വീരം കോലിയുടക്കി ധ്വനിവർത്തിടലാൽ കഥയുടെ സർവശരങ്ങളും മോദിപ്പറഞ്ഞ് സർവശരങ്ങളും മോദിപ്പറഞ്ഞ് സെല്ലി സലാമത്തും നൽസലാമോദിട ധീര ധീരണം കൈരമിൽ തന്നോട് കഥ പറഞ്ഞിടട്ടെ കഥ പറഞ്ഞിടട്ടെ. യമൻ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്ങൾ ലിപികളാൽ ഉല്ലേഖനം ചെയ്ത മണ്ണ്, പാവന ദീന പരമ്പര കൊണ്ട് മോടി അടഞ്ഞ ഭൂമിക. അവിടെ പ്രദേശത്തെ ഗ്രാമനിവാസികൾ പുതിയൊരു പുലരിയ വരവേൽപ്പ് തിരക്കിലാണ്. അകലെ ചക്രവാള സീമയിൽ മധുരം താരകപ്പൂ കരിയായി വീടൽ കരിയായി വീടൽ നിടവേ തത്സരം ഇടിച്ചിടേ തഞ്ചോപ്പാല് മധുരം താരകപ്പൂ കരിയായി വീടൽ നിടവേ. ഞാൻ മദീനയിൽ നിന്ന് വരുന്നു. പുണ്യ റസൂലിന്റെ പിതൃനാണ്. ആദ്യം സ്വയം പരിചയപ്പെടുത്തി. ആരാണ് ഈ ഫൈറോസ് തിരമി? അയാൾ ചോദിച്ചോ. തലം കെട്ടി നിൽക്കുന്ന ഭൂകത്തിനിടയിൽ ജനക്കൂട്ടത്തിൽ നിന്നും സുന്ദരനും സുമുഖനും ആരോഗ്യത്തിലുള്ള ഗാതരുമായ യുവകോമളൻ മുന്നോട്ട് വന്നു. ഞാനാണ് ഫൈറോസ്, എന്തു വേണം? ആഗ്രഹം തന്ന കയ്യുള്ള കത്ത് ഫൈറോസിന് കൈമാറി. ഇത് പുണ്യനബിയുടെ സന്ദേശമാണ്. ഫൈറോസ് അത്ഭുത പരതന്ത്രനായ വിറക്കുന്ന കൈകളോട് കൂടി അദ്ദേഹം അകമത് തുറന്ന് വായിക്കുകയാണ്. ആറ്റൽ റസൂലിന്റെ വിസാലത്താണ് പ്രിയതനിൽ സലാം അലൈക്കും. ആറ്റൽ റസൂലിന്റെ വിസാലത്താണ് പ്രിയതനിൽ സലാം അലൈക്കും. സലാമിനായി വരിച്ചിടണം ക്രൂരനാസ്രവദിൻ അറുത്തിടണം. കാര്യം അറിഞ്ഞിടെ വിറച്ചിടുന്നേ നാമം പുലർത്താനായി പുറപ്പെടുന്നേ. പ്രിയം നിറഞ്ഞ ഫൈറോസ് തിരമിക്ക് മദീനയിൽ നിന്ന് മുഹമ്മദ് അലി പേരുന്നത് എന്തെന്നാൽ അങ്ങേ ഞാൻ വലിയ തോതിൽ ഏൽപ്പിക്കുകയാണ്. കത്ത് വായിച്ചു കഴിഞ്ഞതും ഫൈറോസ് തിരമിൽ എന്തനാളങ്ങളെ യമനിന്റെ മണ്ണിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ ഇസ്ലാമാക്കാൻ ശ്രമിക്കുന്ന ക്രൂരതയുടെ പര്യായം അസ്മദിയാസിന് വിധിച്ച രാജാവ് വധിച്ചു കളയാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. എനിക്കതിന് സാധിക്കുമോ? അസ്മദിന്റെ പരിവാരങ്ങൾ തകർത്തു കളയാൻ ഈ ബാങ്കുകളിൽ ശക്തിയുണ്ടോ? കഴിക്കണം ഫൈറോസ്, അതല്ലെങ്കിൽ താരത്തിന് മുസ്ലിമാന്ന് പറയണം. ഫൈറോസ് വന്ന തരത്തിലും അതിന്റെ ആത്മധൈര്യം പകർന്നു. എന്തോ എന്ന് തീരുമാനിച്ചതുപോലെ അദ്ദേഹത്തെ കുതിരപ്പുറം ചാടിക്കറി കുതിക്കുകയാണ്. ആത്മധൈര്യം വേഗം കാട്ടി ദലീലനി അടുത്ത് കേട്ടവാനും ഫൈറോസ് കുതിച്ചാണ്. ആ അസ്മദിന്റെ കോട്ട കണ്ട് ചുറ്റിയ പരിവാരം കണ്ട് ഒത്തിരും മികവിനായി കുതിച്ചാണ്. ആത്മധൈര്യം വേഗം കാട്ടി ദലീലനി അടുത്ത് കേട്ടവാനും ഫൈറോസ് കുതിച്ചാണ്. ആ അസ്മദിന്റെ കോട്ട കണ്ട് ചുറ്റിയ പരിവാരം കണ്ട് ഒത്തിരും മികവിനായി കുതിച്ചാണ്. കൽവിൽ പൊരിഞ്ഞ മോഹം ഉള്ളിൽ വീഞ്ഞ ദാഹം. കൽവിൽ പൊരിഞ്ഞ മോഹം ഉള്ളിൽ വീഞ്ഞ ദാഹം. സബബല്ലതിലറിഞ്ഞത് ഫല്ലിൻ സലാമിൻ തേടിടുന്നു റബ്ബിനാൽ ബഹുമാന. സബബല്ലതിലറിഞ്ഞത് ഫല്ലിൻ സലാമിൻ
حافظنا وقنا من شرور أعدائنا وقنا من شرور أعدائنا ഉയർന്നു നിൽക്കുന്ന മൽക്കുലകളെയും തിങ്ങി നിൽക്കുന്ന ഈന്തപ്പഴത്തോട്ടത്തെയും പിന്നിലാക്കിക്കൊണ്ട് ഫെറോസത്തിൽ കുതിക്കുകയാണ്. ജനവേഗതയിൽ നമ്മുടെ കഥാനായകൻ അസ്വദിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലെത്തി. ആരെയും അത്ഭുതപ്പെടുത്തുന്ന അമ്പലം ചുണ്ടി ആർക്കും എത്തിക്കാവാത്ത ചെങ്കൽ കൊട്ടാരം മുന്നേ സുരക്ഷാവൈദ്യത്തെ ഉയർത്തുകയാണ്. സായുധരായ പറാവുക ഇല്ല, ഈ സുരക്ഷ വഴിയും വിളിച്ച് ഇവിടെ നിന്ന് മുമ്പോട്ട് കടക്കാൻ ആവില്ല. രാത്രിയാവട്ടെ ഫെറോസത്തിന് കാത്തിരിക്കുകയാണ്. ഇരുളി മഴപ്പ് മകപരക്കല തുടരെ തൈലമില്ലോടിയടുക്കല ഇരുളി മഴപ്പ് മകപരക്കല തുടരെ തൈലമില്ലോടിയടുക്കല ഓടിയടുത്തിടും കുത്തു കൊടുത്തിടും ആസ്വദിച്ചതിനെ അകജിതരുടെ ഓടിയടുത്തിടും കുത്തു കൊടുത്തിടും ആസ്വദിച്ചതിനെ അകജിതരുടെ ഓടിടും ചില ചാടിടും അവർ കണ്ട പകയിൽ മാറിടും അവർ ഓടിടും ചില ചാടിടും അവർ കണ്ട പകയിൽ മാറിടും അവർ പടിഞ്ഞാറ് ചിത്രവാള സീമയിൽ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. പള്ളിയിലെ മുകളിൽ നിന്നും മകരിപ്പിന്റെ ബാബുയർന്നപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങി. തന്റെ ഇരുക്കരങ്ങൾ നാഥനിലേക്ക് നീട്ടി പ്രാർത്ഥിച്ചു. നാഥാ, നിന്റെ ദീന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഈ പാവം ഫെറോസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നീ സഹായം ചെയ്യണമേ റഹ്മാനെ. വീട്ടിന്റെ കാർക്കൂന്തൽ ഭൂമിയിലേക്ക് കടന്നു വീണു. ഇത് തലമൂർച്ചയിലെ കട്ടാറ കയ്യിലെന്ന് പാറാവുകാരെ കണ്ണിൽ വെട്ടിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചത് ഗാളിനിദ്രയിലാണ്ട് ഇസ്ലാമിക രത്നാനെ കണ്ടപ്പോൾ തന്റെ കടായ ആസ്വദിച്ച് കാഴ്ച തിരിച്ചുള്ള ശേഷം കൊല്ലുമൽ ചേർത്തുകൊണ്ട് കൊട്ടാരത്തിൽ കയറി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തക്ബീറിന്റെ അന്തയിൽ പ്രകമ്പനം പഠിച്ചു. താഴെ നിൽക്കുന്ന മറകൾ സ്തബ്ധരായി. പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഹസ്മദിന്റെ ശീലത്തിന് ശേഷം ധരിച്ചു വീണത്. ഇല്ല, ഇനി രക്ഷയില്ല, കീഴടങ്ങുക തന്നെ. പാടാൻ യമനിൻ മണ്ണിൽ ദീനിൻ പുകഴ് പാടിടാം ജനനസ്ഥലത്തിൽ ലതയും ദിനമില് പരമതി കൊണ്ടൊരു സെയ്തരാം ദൈനമിയെന്നൊരു നായകനാം യമനിൻ മണ്ണിൽ ഉഷിരോടെ കൽവിൽ നിറയും പൊലിവോടെ അലത്തിലല്ലാ അനുഗ്രഹത്താൽ യമനിൻ ഏകിയ നിഅ്മത്ത് അലത്തിലല്ലാ അനുഗ്രഹത്താൽ യമനിൻ ഏകിയ നിഅ്മത്ത്. നമ്മളൊക്കെ ദീന്റെ വക്താക്കളാണ്. ഈ ദീനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മതം മറന്ന് ജീവിക്കുന്ന ഈ സമകാലിക ലോകത്ത് ഫൈറോസ് കഥ നിങ്ങൾക്ക് മാതൃകാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടുകൂടി ജ്യോതിയർ വിഭാഗം കഥാപ്രസംഗ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു.